ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. മാർക്കോ ഇറങ്ങി 9 ദിനങ്ങൾ പിന്നിടുകയാണ്. ഇന്ന് ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും മികച്ച സിനിമ എന്നുള്ള പേരാണ് ഈ സിനിമയ്ക്ക് ലഭ്യമായിരിക്കുന്നത്. കേരളത്തിന് പുറത്ത് വലിയ രീതിയിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നു, തരംഗം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ സിനിമ. ഇന്ന് മുതൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ നമുക്ക് കാണാൻ കഴിയുന്നു, നോർത്ത് ഇന്ത്യയിൽ റെക്കോർഡാണ് സിനിമയ്ക്ക് വരുന്നത്. ഓരോ ദിവസവും സിനിമയുടെ ഷോ കൗണ്ടുകൾ കൂട്ടുന്നു എന്നുള്ളതാണ്. അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് ആണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം നമുക്ക് 50,000 സബ്സ്ക്രൈബേഴ്സ് എന്ന ആ ഒരു മോഹം അത് സഫലമാക്കാൻ നിങ്ങളും കൈയഴിച്ച് സഹായിക്കണം. അപ്പം നമുക്ക് കളക്ഷൻ കാര്യങ്ങളിലേക്ക് കിടക്കാം. 9-ാം ദിവസത്തെ കളക്ഷനാണ്. കേരള ട്രാക്ഡ് കളക്ഷൻസിലേക്ക് നമുക്ക് വരാം. 689 ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിനകത്തിൽ നിന്ന് 65,000-ന് മുകളിലുള്ള ജനങ്ങളാണ് ഇന്ന് കണ്ടതായി കാണുന്നത്. 34% അല്ലെങ്കിൽ 34.9% ഇതിനകത്തിൽ ഓക്യുപ്പൻസി കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഇന്നത്തെ കളക്ഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് 1,02,59,000 രൂപയാണ് ഇതുവരെ ലഭ്യമായിരിക്കുന്നത്. അതായത് ഇന്നലെ ഇതേ സമയത്തിനേക്കാളും ചെറിയൊരു ഇടിവ് എന്ന് പറയേണ്ടത് സ്വാഭാവികമായിട്ട് ശനിയാഴ്ച കളക്ഷൻ കൂടേണ്ടതാണ്. ഒരുപക്ഷെ നൈറ്റ് ഷോസ് ആയി കഴിയുമ്പോഴത്തേക്ക് ഇന്നലത്തേന് സമാനമോ അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് കയറുമെന്നുള്ള പ്രതീക്ഷിക്കാം കേരളത്തിൽ. അതായത് ഇന്നലെ 1,09,00,000 ആയിരുന്നുവെങ്കിൽ ഇന്ന് ആ ഒരു 7 ലക്ഷം രൂപയുടെ ഡിഫറൻസ് കാണുന്നുണ്ട്. ഇന്ന് പറയുന്ന കണക്കുകൾ പ്രകാരം പ്രതീക്ഷിക്കുന്നത് 1,62,00,000 രൂപയായിരിക്കും ടാക്കേഴ്സ് മുഖാന്തരം. അതായത് ഇന്നലെ ഫൈനലായി വന്നത് 1,68,49,000 രൂപയായിരുന്നു സിനിമയുടെ കളക്ഷൻ വന്നത്. 927 ഷോകളിൽ നിന്ന് 1,80,000-ന് മുകളിലുള്ള ആളുകൾ കണ്ടപ്പോഴാണ് അത്രയും കളക്ഷൻ വന്നത്. അതായത് ഇന്നലത്തെ ശരിക്കുമുള്ള ഗ്രോസ് വന്നിരിക്കുന്നത് ഏകദേശം 2.5 കോടിയോളം ആണ് എന്നുള്ളതാണ്. ഇവിടെ ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. ഇന്ന് ഏകദേശം ഒരു ചെറിയ ഇടിവാണെങ്കിൽ പോലും 2.30 ആ റേഞ്ചിലൊക്കെ ആയിരിക്കാം ഇന്നത്തെ സിനിമയുടെ കളക്ഷൻ വരുന്നത്. ട്രാക്കേഴ്സ് മുഖാന്തരം സിനിമയ്ക്ക് 25,72,00,000 രൂപയാണ് വന്നിരിക്കുന്നത്. സിനിമയുടെ ഫൈനൽ അല്ലെങ്കിൽ ഇതുവരെയുള്ള ഗ്രോസ് 9 ദിവസത്തെ ഗ്രോസ് കേരള കളക്ഷനായിട്ട് വന്നിരിക്കുന്നത് ഏകദേശം 36 കോടിക്ക് അടുത്തായിട്ടാണ് എന്നുള്ളതാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. നമ്മൾ എന്തായാലും ഒരു ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് സിനിമയ്ക്ക് മികച്ച ഒരു കളക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും വർദ്ധിക്കുന്ന കാര്യമാണ്. ഇന്നത്തോടു കൂടി സിനിമയ്ക്ക് 5 കോടിയോളം ആയിരിക്കും ഈ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് വരുന്നത് എന്നുള്ള കണക്കുകളാണ്. ഓവർസീസിൽ നിന്ന് 28 കോടിയോളമാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് നാളെ കൊണ്ട് സിനിമ 75 കോടിയിലേക്ക് എത്തും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു പോസ്റ്ററിന് വേണ്ടി കാത്തിരിക്കുന്നു. എന്തായാലും ഉണ്ണിമുകുന്ദൻ തരംഗമാണ്. വൺ മാൻ ഷോയിലൂടെ ഒരു സിനിമ റെക്കോർഡ് തൂക്കുകയാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഹിന്ദിയിൽ ഓരോ ദിവസവും ഈ പറഞ്ഞ പോലെ തന്നെ ഷോ കൗണ്ടുകൾ കൂട്ടുന്നു. ഇന്നലെ 25 ലക്ഷം രൂപയാണ് കിട്ടിയതെങ്കിൽ ഇന്ന് ഇരട്ടിയോളം തിയേറ്ററുകൾ കൂടുകയും അവിടെ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നു. എക്സ്ട്രാ ഷോസ് ഇന്നും ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. തീർച്ചയായും 50 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കും ഇന്നത്തെയും കളക്ഷൻ. അപ്പോൾ ഗംഭീരമായിട്ടുള്ള ഒരു കളക്ഷനാണ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് നേടുന്നത്. വരുന്ന ആഴ്ചയിൽ സിനിമയ്ക്ക് അന്യ ഭാഷകളിൽ കൂടെ റിലീസുണ്ട്. അതുകൂടെ വരുമ്പോഴത്തേക്ക് ഗംഭീരമായിട്ടുള്ള ഒരു കളക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. 100 കോടി എത്തുന്ന ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഈ ഒരു ക്രിസ്മസ് കാലം കഴിഞ്ഞ് ന്യൂ ഇയർ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ 1-ാം തീയതിക്ക് മുമ്പായിട്ട് 100 കോടി അടിക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. എന്താണെങ്കിലും എത്തട്ടെ എന്ന് പറയാം. അതിന് മുമ്പ് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം, ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഇപ്പോൾ ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യണം. മറക്കാതെ 50,000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കാൻ സഹായിക്കണം. ഗ്രേ മീഡിയാസ്.